ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കോവിഡ് സീസണൊക്കെ അല്ലേ, എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടപ്പെടുക. അപ്പോൾ എന്നോട് പല ഫ്രണ്ട്സ് ആവശ്യപ്പെടലുണ്ട്, ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് ബണ്ണ് ബ്രെഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് വീറ്റിൻ്റെ ഉണ്ടാക്കും, മൈദയുടെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മൈദ കൊണ്ട് ഉണ്ടാക്കിയ ബണ്ണുകൾ, അല്ലെങ്കിൽ ഡിന്നർ റോൾസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒക്കെ നമുക്കിപ്പോൾ കാണാം എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാമേ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൈദ, സാധാരണ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. അതിൻ്റെ അളവ് ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ 300 ഗ്രാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 മുട്ട, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എള്ള്, 50 ഗ്രാം ബട്ടർ, 2 ടേബിൾ സ്പൂൺ tutti frutti. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതും എള്ളും ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. 1/4 കപ്പ് lukewarm മിൽക്ക്, 1/4 ഗ്ലാസ് വെള്ളം, ഇതും lukewarm ആണ് വേണ്ടത്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് ഇനി ബണ്ണ് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് lukewarm മിൽക്ക്. ഇത് ഞാൻ ഒഴിക്കുകയാണ് ഇതിനകത്ത്. ഫുൾ ഒഴിക്കണില്ല, ഞാനൊരു ശകലം ബാക്കി വെച്ചത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നു, മുഴുവൻ ഈസ്റ്റും. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യാനേ. ഇതിന് കുറച്ച് സമയം ഇത് റൈസ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ചെറു ചൂടുള്ള പാല് നമ്മൾ ഉപയോഗിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴാണ് ഈ ഈസ്റ്റ് പൊങ്ങി വരുള്ളൂ. മാത്രമല്ല കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് പൊങ്ങി വരല് എളുപ്പമായി മാറും. അപ്പൊ ഞാനതിൽ ഉപയോഗിച്ചേക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അങ്ങനെ പൊന്തി വരുന്ന ഈസ്റ്റ് നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിപ്പോ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് റൈസ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. ഇപ്പൊ നമ്മൾ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മൈദമാവ് നമ്മൾ എടുക്കുകയാണ്. 2 കപ്പ് അല്ലെങ്കിൽ 300 ഗ്രാം, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡർ, പിന്നെ നമുക്ക് വേണ്ടത് ഈ പഞ്ചസാര നേരത്തെ ഇട്ടിരുന്നത് മുഴുവൻ ഞാൻ ഇടുകയാണ്. ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ദേ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ടാക്കും. ഈ റൈസ് ചെയ്തെന്ന മിക്സ് ഒഴിക്കുക. ഒരു വുഡൻ സ്പാച്ചുല എടുത്തിട്ട് അത് വെച്ച് മിക്സ് ചെയ്യാൻ പോകാം. നമ്മളിപ്പോൾ ഇതിന് ഒന്നും കൂടി കുഴച്ചതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് ഈ സ്പാച്ചുല വെച്ച് നമുക്കൊന്ന് പതുക്കെ എടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് ഒന്ന് കുഴക്കാം. നല്ല സ്റ്റിക്കി ആയിരിക്കും. നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയ സാധനം എങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്ക് തോന്നും. സാരല്ല, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ തന്നെയാണ് ഇത് വേണ്ടതും. പൊടിയൊന്നും ഇനി ഇട്ട് കൊടുക്കരുത്. ഇതിനകത്തേക്ക് നമ്മൾ ഇനി ബട്ടർ ഇട്ട് കൊടുക്കാൻ പോകാം. ഈ ബട്ടറിന്റെ ഭാഗം ഞാൻ പറഞ്ഞു, ഒത്തിരി അലിഞ്ഞു പോകരുത്. എന്നാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ ഇടാനും പാടില്ല. ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ശകലം ഇങ്ങനെ അലിഞ്ഞു തുടങ്ങിയ ബട്ടർ, അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു ശകലം പൊടി സർഫസിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതിവിടെ ഇട്ട് കുഴയ്ക്കാൻ പോവാണ്. ഇനിയാണ് ഇതിന്റെ പണി തുടങ്ങാൻ പോണത്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് കുഴയ്ക്കണം. എത്ര നന്നായി കുഴച്ച് നമ്മളിത് മിക്സ് ആക്കണോ അത്രയും ടേസ്റ്റ് ആയി. മാവ് ദേ നല്ല ഭംഗിയായിട്ട് നല്ല വെണ്ണ പോലെ കുഴച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട എങ്ങനെയുണ്ട് ഇതിന്റെ ടെക്സ്ചർ? സൂപ്പറായിട്ടില്ലേ? ഇനി നമ്മൾ നേരത്തെ ആ കുഴച്ച പാത്രത്തിൽ കുറച്ച് ബട്ടർ വറ്റാം ചുറ്റിനും. കാരണം ഈ മാവ് നമ്മൾ ഡബിൾ സൈസിൽ പൊങ്ങാൻ വേണ്ടി വെക്കാൻ പോവാം. ഈ മാവിനെടുത്ത് ഉണ്ടാക്കി നമ്മളിത് വെക്കാൻ പോവാണ്. ഇപ്പം ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോട്ടെ. നമ്മളിത് മൂടി വെക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഏകദേശം ഒരു നല്ല ചൂടുള്ള വാം റൂമാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും ചൂടില്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പം നമുക്കിത് വാം ചെയ്യാൻ വെക്കാം. നമ്മൾ
റൈസ് ചെയ്യാൻ വെച്ച മാവ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ കൈ ഇങ്ങനെ താന്നു പോകും. നിറച്ച് എയർ ബബിൾസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഈസ്റ്റ് നല്ല അസലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ 40 ഗ്രാമാണ് ഒരു ബണ്ണിന് വേണ്ടി വേണ്ടത്. ഇനി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. ഉള്ളിലേക്ക് ഞാൻ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, അത് നിങ്ങളെ കാണിച്ചു തരാത്തേ. ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് റെഡിയാക്കണം. ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ വെറ്റി ബട്ടർ പേപ്പർ വയ്ക്കുക. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇതിനെ ഉരുട്ടി കൊണ്ടുവരണം. മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല ഭംഗിയാക്കണം. എന്നിട്ട് ഇതുപോലെ അകത്തി വെക്കുക. നമ്മൾ നേരത്തെ മൂടി വെച്ച തുണി എടുത്തിട്ട് വീണ്ടും റൈസ് ചെയ്യാൻ വെക്കാൻ പോവാണ്. നല്ല ചൂടുള്ള മുറിയാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. നമുക്ക് തണുപ്പുള്ള പ്രദേശത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് ഉള്ള സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. 190 ഡിഗ്രിയിൽ ചൂടാക്കി വെക്കണം. 6 ബൺ നമ്മളവിടെ പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഇത്രയും മാവുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിട്ടാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ചേർക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. അധികം വേണ്ട, കുറച്ച്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി ഉണ്ടാക്കണ പോർഷൻസിലൊക്കെ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഷേപ്പാക്കി ഇങ്ങനെ വെച്ചേക്കണ ഒരു ട്രേ. ഇതൊരു ചെറുതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും. ഇതിങ്ങനെ വെക്കാം. ഇതും നമ്മൾ ഒരു തുണി വെച്ച് മൂടിയിട്ടിട്ട് റൈസ് ചെയ്യാൻ പറ്റും. നമ്മളിതേ പൊങ്ങാൻ വെച്ച വീർത്ത് വന്നിട്ടുണ്ട്. ഒരു മുട്ട വേണം ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് പാല് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോകും. ഇതിന് നമ്മൾ എഗ് വാഷ് എന്നാണ് പറയുക. മുട്ടയും കുറച്ച് പാലും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, തണുത്ത മുട്ടയാവരുത്, തണുത്ത പാലും ആവരുത്, ചെറിയ റൂം ടെമ്പറേച്ചറിൽ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ അടിക്കാൻ പോവാണ്. ഇത് നല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കടയിൽ നിന്ന് ബൺ മേടിക്കുമ്പോൾ നല്ല ഗ്ലേസിങ്ങിൽ വരും. ആ ഗ്ലേസിങ് വരുന്നത് ഈ എഗ് വാഷ് ചെയ്യണോണ്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ള എള്ള്, ഡെക്കറേഷൻ മാത്രമല്ല പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ഈ എള്ള് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ. ഇതിൻ്റെ മുകളിൽ നമ്മൾ വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ എള്ള് ഇടണില്ല. നമുക്കപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് എടുത്ത് വെക്കാം. 190 ഡിഗ്രിയിൽ നമ്മളിത് 20 മിനിറ്റാണ് ഇപ്പോൾ ഈ ഓവനിൽ വെച്ചത്. നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് സാധനം വന്നിട്ട് ഇത് താഴത്ത് വെക്കാതെ നമ്മൾ നേരെ ഇവിടെ ഒരു വയറാക്കിൻ്റെ മുകളിൽ എടുത്ത് വെക്കാം. അപ്പം ഒന്ന് എടുത്ത ഉടനെ തന്നെ നമ്മളിതേ കുറച്ച് നല്ല ബട്ടർ എടുത്തിട്ട് ഇതിനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ് ചൂട്ടോടെ. അതിൻ്റെ ക്രസ്റ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും ഗ്ലേസിങ് ആവാനും വേണ്ടിയിട്ടാണ്. ബട്ടർ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾ മൂടി വെച്ച ബൺ നല്ല ഗ്ലേസിങ് ആയിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബാസ്ക്കറ്റിൽ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇന്ന് ഈ ബണ്ണൊക്കെ ഉണ്ടാക്കിയിരുന്ന കാരണം ഡിന്നർ കഴിക്കാൻ വൈകിപ്പോയി. ഏതായാലും ബണ്ണുണ്ടാക്കി ഡിന്നർ കഴിക്കാലോ. ക്യാരറ്റ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഒന്ന് പൊളിച്ചു നോക്ക്. കഴിച്ചു നോക്കാം. സൂപ്പറാ. ഇങ്ങനെ പാളി പോലെ വരണണ്ട. ഓരോ പാളിയായിട്ട് വരുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം,
സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. ഇനി വീഡിയോസ് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. നിങ്ങളിത് ശ്രമിച്ചു നോക്ക്, എന്നിട്ട് കമന്റ്സ് ഇടണേ. ഓക്കെ.